ഇന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നു. ശരിക്കും? അപ്പൊ ആഘോഷമൊന്നുമില്ലേ? ഇല്ല, ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാറില്ല. നമ്മൾ എങ്ങോട്ടാ? ചാരു, ഈ ഗാലപ്പിംഗ് ത്രൂ ദ മൂൺ വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിച്ചിട്ടില്ല. ഇല്ല. ഭൂമിയിൽ ഏറ്റവും സന്തോഷമായിട്ടിരുന്ന രണ്ടുപേര് നിലാവ് നക്ഷത്ര ലോകത്തേക്ക് വിരുന്നിന് വിളിച്ച കഥ കേട്ടിട്ടില്ല? ഒന്ന് കണ്ണടച്ചേ, ഒന്ന് കണ്ണടക്ക്. ഇതിന്റെ അറ്റത്താണോ? ഇവൻ ഇത് മാങ്ങാത്തൊലി. തുറക്കല്ലേ. വെയിറ്റ്, ഒറ്റ മിനിറ്റ്. ഇതാണോ? തുറന്നോട്ടെ. ഇവൻ ഇത് തുറന്നോട്ടെ. അതെ, കണ്ണു തുറന്നിട്ട് വെള്ളം കുടിക്കണം. ചാരു കോര്, ചാരു വെള്ളം കോര്. ഈ നടുക്കാരിൽ ആര് ഹെൽപ്പ് ചെയ്യാൻ? ഈ വഞ്ചി ഹാപ്പി ബർത്ത്ഡേ. ഇത് ഷാംപെയിൻ. ഇതുപോലൊരു ബർത്ത്ഡേ ഇനി എന്റെ ലൈഫിൽ ഉണ്ടാവില്ല. 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48. Louder. എന്തത്? രാജ്, എന്തത്? നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാലോ? എന്താ ഇവിടെ?
എന്തേത്? ചാരു, പാതി വഴിയിൽ ഉപേക്ഷിക്കാനോ കുറച്ചു നാൾ ഓർത്തു വെക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. മരണം വരെ കൂടെ നിൽക്കാന്. അതിനിങ്ങനെ ചെയ്യണോ? നീ നിന്റെ ഫീലിങ്സിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ നീ തയ്യാറല്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. രാജ്, എന്താ മെസ്സേജ്? ഇവിടെ ആകെ പ്രശ്നം. വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അങ്കിള് വന്നിട്ടുണ്ട്. അവളെന്താ പറഞ്ഞേ? അവളോടൊന്നും ചോദിച്ചിട്ടില്ല വേണു. നീ ഇത് കണ്ടോ? ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. ഇപ്പൊ എല്ലാം പറഞ്ഞ പ്രോബ്ലം കൂടുതലാവും. ഇപ്പോഴത്തെ പിള്ളേരാ തീരുമാനങ്ങളൊക്കെ എടുപിടി നിർത്തി കളയും. തൽക്കാലം നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അവര് നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല. ആരോടാണ് സംസാരിച്ചേ? ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. നീ നുണയും പറയാൻ തുടങ്ങിയല്ലേടി ഞങ്ങളോട്? ഫുൾ ഫ്രീഡം തന്നപ്പോ നീ ഞങ്ങളൊക്കെ ചതിക്കുകയല്ലേടി? എത്ര വാശി പിടിച്ചിട്ടും കാര്യമില്ല മോളെ. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താനാണെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ നീ എന്നെ കാണില്ല, നോക്കിക്കോ. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം മാത്രം നടത്താനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെയും കാണില്ല. എന്താടി പറഞ്ഞേ? എന്താടി പറഞ്ഞേ നീ? എന്താ ചെയ്ത്? വേണു, ഇവിടെ നമ്മളോടൊക്കെ നുണ പറയാൻ തുടങ്ങി. വേണു, അവളങ്ങനെ ചെയ്യില്ല. ഇതൊക്കെ പ്രായത്തിനൊരു തമാശല്ലേ. എന്തൊക്കെയായാലും അവക്ക് വലുത് നമ്മളൊക്കെ തന്നെയാ. വെറുതെ മോള കണ്ണൊക്കെ തുറച്ച്. എന്നിട്ട് അങ്കിള് പറഞ്ഞ കേട്ടേ. ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു, കിട്ടില്ല. ഫോൺ അങ്കിളിന്റെ കയ്യിലായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പറ. അവരെന്താ പറഞ്ഞേ? അവരൊന്നും പറഞ്ഞില്ല. പിന്നെ രാജ്, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ആർക്കും പറ്റും. സാരില്ല, മോളുടെ പ്രായത്തിന്റെ. പിന്നെ മറക്കാൻ പറ്റാത്ത തെറ്റുകളൊന്നും മോള് ചെയ്തിട്ടുണ്ടാവില്ല, അങ്കിളിന് ഉറപ്പുണ്ട്. നമുക്കിടയിൽ മറക്കാൻ പറ്റാത്ത തെറ്റുകളൊന്നും എന്തായാലും സംഭവിച്ചിട്ടില്ലല്ലോ. ആ പയ്യനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. തെറ്റ് മോളുടെ ഭാഗത്തുണ്ട്. തെറ്റെന്റെ ഭാഗത്തുകൂടിയാണ്. ഞാനാണ് വെറുതെ. 10-22 വർഷം മോളുടെ അച്ഛനും അമ്മയും മോളെ സ്നേഹിച്ച പോലെ എന്തായാലും ഇന്നലെ വന്നൊരു പയ്യനാവാൻ പറ്റില്ല. രാജനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ നമ്മളൊരു തെറ്റായ തീരുമാനം എടുത്ത അതെന്നെക്കാളും മോശമായിട്ട് ബാധിക്കുക രാജനല്ലേ? എന്നാര് പറഞ്ഞു? നിന്റെ അങ്കിളോ? എല്ലാ കുടുംബത്തിനും കാണും ഇങ്ങനെ ഓരോരുത്തന്മാര്. ചെറുപ്പം തൊട്ട് ഇന്ന് വരെ മോളുടെ ഓരോരോ കാര്യങ്ങളിലും മോളുടെ അച്ഛനും അമ്മയും എന്തുമാത്രം പ്രതീക്ഷയും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവുമെന്ന് മോക്കറിയോ? ചരു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതാണ് നമ്മള്. അവരുടെ ശരീരത്തിന് ഒരു ഭാഗം പച്ചയ്ക്ക് മുറിച്ചു മരുന്നോലെയാവും മോളും പോയ. ഇപ്പൊ ഇത് അവസാനിപ്പിച്ച നമ്മൾ രണ്ടുപേരും മാത്രം വിഷമിച്ചാൽ മതി. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ കാരണം ഒരുപാട് പേര് വിഷമിക്കേണ്ടി വരും. ഏയ് ചാരു, എന്താ നിന്റെ ഉദ്ദേശം? തമ്മിൽ ഇഷ്ടപ്പെടുന്നവരുടെ ഉദ്ദേശം എന്താ? നമ്മൾ ഒരുമിച്ച് ജീവിക്കും, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും. മോളെ മനസ്സിലാക്കുന്ന പയ്യനാണെങ്കിൽ മോള് പറഞ്ഞ അവൻ കേൾക്കും. ഇതൊന്നും നടക്കില്ല രാജ്. ഇതൊക്കെ ഇപ്പോഴാണ് ആലോചിക്കണേ? അതേടോ, ഞാൻ ഇപ്പോഴും ഇതൊക്കെ ആലോചിച്ചേ. നമ്മൾ ആരും ഇതൊരു ഒന്നും ആലോചിക്കേണ്ടിരുന്നോണ്ടാ ഇത് ഇത്ര വരെ എത്തിയേ.